ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. ഒക്ടോബർ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർക്ക് നാടിന് സമർപ്പിക്കും. ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായ ജോൺ കോയുടെ ഡിസൈനിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പാർക്കിന്റെ നിർമ്മാണത്തിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും 40 കോടിയും കിഫ്ബിയിൽ നിന്ന് രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്കായി 122 കോടിയും 208.5 കോടിയുമടക്കം 370.5 കോടി രൂപയാണ് അനുവദിച്ചത്. ഓരോ ഘട്ടത്തിലും നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി നേരിട്ട് വിലയിരുത്തിയാണ് മുന്നോട്ടു പോയിട്ടുള്ളത്. 23 ആവാസ ഇടങ്ങളാണ് പാർക്കിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ആഫ്രിക്കൻ സുളു ലാൻഡ് സോൺ, കൻഹ സോൺ, സൈലന്റ് വാലി സോൺ, ഇരവിപുരം സോൺ തുടങ്ങി ഓരോ ഇനങ്ങൾക്കും അനുയോജ്യമായ വിധം ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയാണ് മൃഗശാല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൃഗങ്ങളെ ഇടുങ്ങിയ കൂടുകളിൽ അടച്ചിടാതെ സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഓരോ സോണുകളും. സഞ്ചാരികൾക്ക് അവയെ കാണാനും ഇത് കൂടുതൽ സൗകര്യമാവും. സഞ്ചാരികളിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കാനും സുരക്ഷ ഉറപ്പുവരുത്താനും പറ്റുന്ന കിടങ്ങുകളുണ്ട്. രാത്രികാലങ്ങളിൽ മാത്രം പുറത്തിറങ്ങുന്ന പക്ഷികൾ, ഉരുക്കൾ എന്നിവയ്ക്കും പ്രത്യേക സോൺ തയ്യാറാക്കുന്നുണ്ട്. 336 ഏക്കറിലാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. തൃശൂർ മൃഗശാലയിൽ നിന്നും മൃഗങ്ങളെയും പക്ഷികളെയും സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. കേരളത്തിന് പുറത്തുനിന്നുള്ള മൃഗശാലകളിൽ നിന്നും വെള്ളക്കടുവകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ പാർക്കിലെത്തിക്കും. കൂടാതെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഹോളോഗ്രാം സൂ കൂടി പാർക്കിൽ ഒരുങ്ങുകയാണ്. അതോടൊപ്പം പാർക്കിനോട് ചേർന്ന് തന്നെ പെറ്റ്സ് കൂടി ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളും ആയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് 3 ദിവസം കൂടി മഴ ശക്തമായി തുടരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു.